ഹലോ എവ്രി വൺ. അങ്ങനെ BA ഹിസ്റ്ററിക്കാരുടെ 4th സെമസ്റ്ററിലെ ഇന്ത്യൻ ഹിസ്റ്ററി 2ൻ്റെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ വിജയനഗര എംപയർ ആൻഡ് ബമാനി കിങ്ഡത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മിഡീവൽ കാലഘട്ടത്തിൽ, ആ ഒരു മധ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 3 ഭരണ സഭകളെ കുറിച്ചിട്ടാണ്, അതായത് റൂളിംഗ് ഹൗസസെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ രാജവംശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ദില്ലി സുൽത്താനേറ്റ് ആണെന്നുണ്ടെങ്കിൽ, കർണാടക ഭാഗത്താണ് വിജയനഗര സാമ്രാജ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഡക്കാൻ മേഖലയിൽ ഉണ്ടായിരുന്നു ബമാനി സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ബ്രോട്ട് എ ന്യൂ പൊളിറ്റിക്കൽ കൾച്ചർ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ് ആൻഡ് മിക്സഡ് കൾച്ചർ. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ കൾച്ചർ കൊണ്ടുവരിക, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ, മിക്സഡ് ആയിട്ടുള്ള കൾച്ചർ കൊണ്ടുവന്നൊക്കെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് ആണ്. അതുപോലെ മുൻകാലങ്ങളിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ രാജവംശം, ഇപ്പം നമ്മൾ ഈ വലിയ ഹിസ്റ്ററിയുടെ മൂവീസൊക്കെ കാണാറുണ്ട് അല്ലേ, അങ്ങനെ മൂവീസ് കാണുമ്പോൾ നമുക്ക് അവർ സാമ്പ്രദായികമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഫോളോ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സംസ്കാരങ്ങളെയും, അതുപോലെ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഒക്കെ തന്നെ ഒരു ഇൻ്റർവെല്ലാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് ആവട്ടെ, ഇക്കോണമി ആവട്ടെ, അവരുടെ കൾച്ചർ ആവട്ടെ, എല്ലാം കൊണ്ട് അവർ ഭയങ്കര ശ്രദ്ധേയമായിരുന്നു, സമ്പന്നമായിരുന്നു. ബീജാപ്പൂർ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന ബമനി എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഗവേണൻസ് എന്ന് പറയുന്നതും സാമൂഹികവും സാമ്പത്തികവും അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു 3 ഹൗസസ് എന്ന്, റൂളിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. ആദ്യം എന്ന് പറയുന്നത് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധിനെ കുറിച്ചിട്ടാണ്. 712 CE കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളുടെ, മറ്റ് രാജ്യങ്ങളുടെ മേളിൽ ഒരു കോൺക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കൽ നടത്തുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 712 CE കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബ് കോൺക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയുടെ വ്യാപാരം എന്ന് പറയുന്നത് വളരെ മുൻ കാലഘട്ടവുമായിട്ട് അതായത് ഇസ്ലാം നിലനിൽക്കുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ അറബ് എന്ന് പറയുന്ന കൺട്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറയുന്നത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പല പടിഞ്ഞാറ് ഭാഗത്തുള്ള പല ഇന്ത്യൻ തുറമുഖങ്ങളുടെയും ഒക്കെ തന്നെ നിയന്ത്രണം എന്ന് പറയുന്നത് അറബികൾക്കായിരുന്നു. അതിനുശേഷം ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അറബികളായിരുന്നു. അതിനുശേഷം ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല തുറമുഖങ്ങളുടെയും ഒക്കെ തന്നെ നിയന്ത്രണം എന്ന് പറയുന്നത് അറബികൾക്കായിരുന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് ഉയർന്നു വന്നതിന് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, സ്ഥിരതാമസക്കാരാക്കുകയാണ് അറബികൾ എന്ന് പറയുന്നത്. അങ്ങനെ ആ അറബികൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും, അതുപോലെ തന്നെ പലതരത്തിലുള്ള, നമ്മളിപ്പോൾ ഈ ക്രിസ്ത്യൻ മതത്തിനെ പല ഹിന്ദുക്കളും, അന്നത്തെ താഴ്ന്ന ജാതിയിലുള്ള ഒരുപാട് ഹിന്ദുക്കൾ ക്രിസ്ത്യനായിട്ട് മാറി കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ പല പ്രദേശവാസികളും എന്ത് ചെയ്യാണ്, മതം മാറുകയാണ്. അങ്ങനെ യോദ്ധാവായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ കടൽ കൊള്ളക്കാരെ കുറിച്ചിട്ടായിരുന്നു. പലപ്പോഴും ഈ കടൽ കൊള്ള എന്ന് പറയുന്നത് നമ്മൾ പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കപ്പൽ യാത്രക്കാരുടെയൊക്കെ തന്നെ പണ്ടുണ്ടായിരുന്ന ഒരുപാട് കപ്പലിലെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ അവരുടെ അടുത്തൊക്കെ എപ്പോഴും ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, കടൽ കൊള്ളക്കാരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് നടത്തുന്ന സമയത്ത് കടലിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഈ കപ്പലിനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഈ കടൽ കൊള്ള എന്ന് പറയുന്നത് വളരെയധികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ കടൽ വഴിയുള്ള വ്യാപാരം എന്ന് പറയുന്നത്, അതായത് അറബ് കൺട്രീസിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് ഏത് തരത്തിലാണ്,
ഈ കടലിലൂടെയാണ്. അപ്പോൾ കടൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായി മാറുകയും അറബ് ഗവർണേഴ്സ്, അതായത് ബ്രോച്ച്, ദപോൾ, മാക്രാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തുറമുഖങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, പര്യവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് റിസർച്ചിന് വേണ്ടിയിട്ട് അയക്കുകയാണ്. അതായത് എന്താണ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഖാസിം എന്ത് ചെയ്യാണ്, സിന്ധ് പിടിച്ചടക്കുകയാണ്. ആ പിടിച്ചടക്കുന്നതിലൂടെ ഒരു ഇത്തരത്തിലുള്ള കടൽ കൊള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇറാഖിലുണ്ടായിരുന്ന ഒരു ഗവർണറായിരുന്നു ഉമയ്യദ്, അതായത് ഹജാജ് ബിൻ യൂസഫ് ഒക്കെ തന്നെ അവരുടെ പലതരത്തിലുള്ള പദ്ധതികളുടെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു ഈ ഒരു ഖാസിമിൻ്റെ സിന്ധ് പിടിച്ചടക്കൽ എന്നുള്ളൊരു കാര്യം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിന്ധ് മുതൽ ട്രാൻസോക്യാന വരെയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവർ ആര് ചെയ്യാണ്, ഹജാജ് എന്ത് ചെയ്യാണ്, തൻ്റെ നെഫ്യൂ ആയിട്ടുള്ള, അനന്തരവനായിട്ടുള്ള 17കാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഖാസിമിനെ ആ ഒരു മിഷന് വേണ്ടിയിട്ടായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിവിടെ വന്നിട്ടുള്ള കേസുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഡീവൽ കാലഘട്ടത്തിൽ അറബികൾ വന്ന ശേഷം ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കടൽ കൊള്ളാരുടെ കേസുകളൊക്കെ വന്നു. ട്രേഡായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇന്ത്യയെ പിടിച്ചടക്കുക അതൊരു ലക്ഷ്യം തന്നെയായിരുന്നു അവരുടെ. അപ്പോൾ അങ്ങനെ സിന്ധ് മുതൽ ട്രാൻസോക്യാന വരെയുള്ള ആ ഒരു പ്രദേശം മൊത്തത്തിൽ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഹജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്നത് ഇറാഖിലെ ഉമയ്യദ് ഗവർണർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള 17കാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഖാസിമിനെ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് അയക്കുകയാണ്. അങ്ങനെ CE 712 ഖാസിം എന്ത് ചെയ്യാണ്, തൻ്റെ സൈന്യത്തെ ഷിറാസ്, മക്രാൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കറാച്ചിക്കടുത്തുള്ള ഒരു ഡബലിലെത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് സിന്ധിലെ ഭരണാധികാരിയായിരുന്നത് ബ്രാഹ്മണ അധിനിവേശ ചാസിൻ്റെ മകനായിട്ടുള്ള ദാഹിർ ആയിരുന്നു. അപ്പോൾ ഈ ദാഹിർ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്തു, പുള്ളിക്കാരൻ അത് എതിർത്ത് നിന്നെങ്കിലും പലതരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ അവർ പിടിച്ചടക്കി എന്ന് തന്നെ വേണ്ടി പറയാം, അങ്ങനെ കീഴടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ദാഹിർ എന്ത് ചെയ്യാണ്, യുദ്ധത്തിൽ പരാജയപ്പെടുകയും അതിനുശേഷം കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഖാസിം മുൾട്ടാൻ എന്ന് പറയുന്നത് 732 കാലഘട്ടത്തിൽ അവിടെ എന്ത് ചെയ്യാണ്, ഖാസിം മുൾട്ടാൻ കീഴടക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഭരണപരമായിട്ടുള്ള പലതരത്തിലുള്ള നടപടികൾ വരികയാണ്. കടലിലെയും കരയിലും ഒരുപാട് നേവീസിൻ്റെ കാര്യങ്ങളും അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവർ അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ ഖാസിമിൻ്റെ വിജയത്തിന് കാര്യമായിട്ടുള്ള പലതരത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് ഖാസിം എന്ന് പറയുന്ന പുള്ളി ഒരു ഭാഗം മൊത്തം പിടിച്ചടക്കി. അതുകൊണ്ട് തന്നെ ഖാസിം ഈ വിജയിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യയും അറബ് കൺട്രിയും തമ്മിലുള്ളൊരു വ്യാപാരം എന്ന് പറയുന്നത് വളരെയധികം ശക്തമായി. അതുപോലെ അറബികൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള പലതരത്തിലുള്ള സംസ്കാരങ്ങളിലേക്ക് അവരെന്ത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. അതുപോലെ അവരുടേതായിട്ടുള്ള കൾച്ചർ എന്ന് പറയുന്നത് കൈമാറ്റമുണ്ടായി. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, പല ആൾക്കാരും കൺവേർട്ട് ആയതുപോലെ പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പല മാറ്റങ്ങളും അവിടെ ഉണ്ടായി. ജ്യോതിശാസ്ത്രമാവട്ടെ, വൈദ്യശാസ്ത്രമാവട്ടെ, അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, അങ്ങനെ പല കൃതികളെയും എന്ത് ചെയ്യാണ്, അതിൻ്റെയൊക്കെ തന്നെ സാൻസ്ക്രിറ്റ് വേർഷൻസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. ആ കൃതികളെയൊക്കെ തന്നെ അറബ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ഭരണാധികാരികൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, വിവർത്തനം ചെയ്തുകൊണ്ട് അവരത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതാണ് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം മുഴുവൻ അവർ കൈക്കലാക്കുകയും അറബിൻ്റെ അധിനിവേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ, അപ്പോൾ ഖാസിമിൻ്റെ ആ വിജയത്തോട് കൂടിയിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടായത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സുൽത്താനേറ്റ് അസെൻഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ 13ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഡൽഹിയിൽ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഒരു രാജഭരണം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി അവരുടെ സൊസൈറ്റീനെ കുറിച്ചിട്ടും അവരുടെ പലതരത്തിലുള്ള വ്യവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ പശ്ചിമേഷ്യയിലും അതുപോലെ മധ്യ ഏഷ്യയിലുമൊക്കെ തന്നെ അബ്ബാസി ഖലീഫയുടെ തകർച്ച ഉണ്ടാവുന്നതിൽ നിന്ന് ഉയർന്നു വന്നിട്ടാണ് ഗസ്നാവിദ്, അതുപോലെ ഗുരിദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോറിയൻ രാജവംശങ്ങളിൽ, അങ്ങനെ ആ ഒരു മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും ഉണ്ടായിരുന്ന ആ ഒരു തകർച്ചയിൽ നിന്നുമാണ്, ഈ ഒരു രാജവംശത്തിൽ നിന്നുമാണ് സുൽത്താനേറ്റിൻ്റെതായിട്ടുള്ള റൂട്ട്സുകൾ സ്ഥിതി ചെയ്യുന്നത്.
9-ാം നൂറ്റാണ്ടിൽ അബ്ബാസിദിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് തകരാൻ തുടങ്ങിയ സമയത്ത് അവരുടെ അണ്ടറിലുള്ള പലതരത്തിലുള്ള രാജ്യങ്ങളും സ്വതന്ത്രമായെങ്കിലും ഖലീഫയുടെ അധികാരം എന്ന് പറയുന്നത് അവർ അംഗീകരിക്കുകയും ആ ഒരു അംഗീകാരം നിയമത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തുർക്കിയുടെ വംശജരായിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ സുൽത്താൻമാരെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തുർക്കി വംശജരായതുകൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗസ്നവിദ്, സെൽജ് എന്ന് പറയുന്ന ഒരുപാട് തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ സ്ഥിര താമസമാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റിക്കുള്ളിൽ ഒരുപാട് തരത്തിലുള്ള അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സ്ഥിരതാമസക്കാരാണ്. അതുകൊണ്ട് തുർക്കിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അബ്ബാസിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു രാജവംശം എന്ന് പറയുന്നത് സമദിതായിരുന്നു. അപ്പോൾ ഈ ഒരു രാജവംശം എന്ന് പറയുന്നത് 874 മുതൽ 999 വരെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗസ്നാവിദ് രാജവംശം വന്നു. അത് 962 മുതൽ 1186 വരെയുള്ള കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇവർ ആദ്യം ഗസ്നാവിദുകളെ തുടക്കത്തിൽ സെൽജൂക്കുകളും അതിനുശേഷം ഗവാരിസിമികളും ഒക്കെ കൂടിയിട്ട് പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, യുദ്ധങ്ങളൊക്കെ നടന്ന് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യക്ക് വരെ എന്ത് ചെയ്യാണ്, ഒരു ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, അവർ കൊള്ളയടിച്ച് അവിടുത്തെ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യാണ്, മൊത്തം അവർ കൊള്ളയടിച്ചുകൊണ്ട് പോകണം. അങ്ങനെ അവർ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രമുഖ ഭരണാധികാരിയായിരുന്നു ഗസ്നയിലെ മഹ്മൂദ് എന്ന് പറയുന്ന ഒരാൾ. അത് 997 to 1030 വരെയുള്ള കാലഘട്ടമാണ്. 1997 അല്ല, 997, 997 മുതൽ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സമ്പദ് സമൃദ്ധികളായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടുത്തെ സമ്പത്തിനെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ധനികരാവാമെന്ന് അവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മഹ്മൂദ് എന്ത് ചെയ്യണത്, പലതരത്തിലുള്ള ഇന്ത്യൻ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ 17 റെയ്ഡുകൾ നടത്തുക, പഞ്ചാബൊക്കെ തന്നെ പിടിച്ചെടുക്കുക. അങ്ങനെ ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെ സമ്പന്നത കൊണ്ട് മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം 1025 ഒരു സോമനാഥ ക്ഷേത്രം പോലുള്ള പല ക്ഷേത്രങ്ങളും എന്ത് ചെയ്യാണ്, കൊള്ളയടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗസ്നയിൽ ഉണ്ടായിരുന്ന ഈ കുതിര കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് വ്യാപാരികൾ എന്ത് ചെയ്യാണ്, കുതിരകളെ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് മഹ്മൂദ് ലക്ഷ്യമിടുകയും അവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രജപുത്രരുടെ ഒരു ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ അവരുടെയൊക്കെ തന്നെ ഈ ഒരു ചെറുത്തുനിൽപ്പ് തന്നെ വകവയ്ക്കാതെ എന്ത് ചെയ്യാണ്, ഈ മഹ്മൂദിൻ്റെ ഈ ഒരു കുതിരപ്പട എന്ന് തന്നെ പറയാം, അതെന്ത് ചെയ്യാണ്, അവരെ കീഴടക്കി മാറ്റാണ്. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടോട് കൂടിയിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗസ്നാവിദ് എന്ന് പറയുന്ന ആ ഒരു രാജവംശം അവസാനിച്ചു. എങ്കിലും 1175 വരെ ഈ പഞ്ചാബിലും സിദ്ധിലും എന്ന് പറയുന്നതിൽ അവരുടെ അധികാരം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വെങ്കിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ പേർഷ്യയിൽ അല്ലെങ്കിൽ താജിക് വംശജരായിട്ടുള്ള ഗോറികളൊക്കെ തന്നെ ഒടുവിലാണ്, ഏറ്റവും അവസാനമാണ് ഈ ഗസ്നവിദുകളെ കീഴടക്കുകയും പഞ്ചാബിന് ഇപ്പുറമുള്ള ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഭരണം എന്ന് പറയുന്നത് വ്യാപിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ സുൽത്താനേറ്റ് അസെൻഡൻസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നത്, 13-ാം നൂറ്റാണ്ട് കുറഞ്ഞിട്ടാണെന്ന് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ ഭരണത്തിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥയും അവരുടെ സമൂഹത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളിലെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് സുൽത്താനേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ രാജവംശങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് കൊളാപ്സ് ആയതിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ബാറ്റിൽ ഓഫ് ടറൈനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടരോറി എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. 1191 ഈ ഒരു നിയർ ആയിട്ടുള്ള ടറൈനിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഇന്ത്യയിൽ ഈ ഒരു ടരോറി എന്ന് പറയുന്ന ഒരു സ്ഥലം ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1163 ഘോറിഡിൻ്റെ ഭരണാധികാരിയായിരുന്ന ഗിയാസുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ കിങ് ആയിട്ട് കയറുകയും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള മുയിസുദ്ദീൻ മുഹമ്മദ് ഘോരിയെ
മറ്റേ ഗസ്നയുടെ ഭരണാധികാരിയായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് ഗോറിഡ് വളരെയധികം ശക്തിയായിട്ട്, അല്ലെങ്കിൽ വളരെ ഗണ്യമായിട്ടുള്ള വളരെ നല്ലൊരു ശക്തിയായിട്ട് ഉയർന്നു വന്നു. അങ്ങനെ ഈ മുയിസുദ്ദീൻ്റെ പലതരത്തിലുള്ള റിസർച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു തുർക്കി രാഷ്ട്രം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഉയർച്ചയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ബാലൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗസ്നയിലെ ഈ ഒരു മഹ്മൂദിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വടക്കേ ഇന്ത്യയെ സ്ഥിരമായിട്ട് പിടിച്ചെടുക്കുക എന്നാണ് മുയിസുദ്ദീൻ ലക്ഷ്യമിട്ടത്. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളായിട്ടുള്ള പ്രശ്നത്തിന് വരുന്നത് വരെയെന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ വടക്കേ ഇന്ത്യനെ എന്ത് ചെയ്യണം, പിടിച്ചെടുക്കണം എന്നായിരുന്നു മുയിസുദ്ദീൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1175 ഈ മുൾട്ടാനും 1176 ഉച്ചും പിടിച്ചടങ്ങിക്കൊണ്ടാണ് മുയിസുദ്ദീൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗോറിയിലെ തൻ്റെ അധിനിവേശം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. അപ്പോൾ മുൾട്ടാനും ഉച്ചും 1175 1176 അദ്ദേഹം പിടിച്ചടക്കി. അങ്ങനെ 1178 79 ഗുജറാത്തിലെ ഭീം ദേവിൻ്റെ ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം മാർച്ച് ചെയ്തുകൊണ്ട് പോയെങ്കിലും മൗണ്ട് എബുവിനോട് ചേർന്നിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടും 1179 അദ്ദേഹം പെഷവാറും പഞ്ചാബും ഒക്കെ തന്നെ പിടിച്ചടക്കി. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഖുസ്രു മാലിക്കിനെ കൊലപ്പെടുത്തുകയും ഈ വിജയം എന്ന് പറയുന്നത് വളരെയധികം ഈ മറ്റ് തരത്തിലുള്ള എല്ലാവരെയും അറിയിക്കണമെന്നും, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ പിടിച്ചടക്കണമെന്നുള്ള രീതിയിലേക്കാവുകയും ഒരുപാട് പേരുള്ള കോൺഫ്ലിക്റ്റിലേക്ക് അത് കാരണമാവുകയും ചെയ്തു. പൃഥ്വിരാജ് ചൗഹാൻ, അതായത് പൃഥ്വിരാജ് മൂന്നാമൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ തോമർ, അജ്മീറിലെ ചൗഹാന്മാർ, കനൗജിലെ റാത്തോറുകൾ, അതുപോലെ ഗുജറാത്തിലെ ബാഘേലർമാർ, ബീഹാറിലെയും ബംഗാളിലെയും പാലസ് സേനകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ആര് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണല്ലോ. അങ്ങനെ 1191 താനീശ്വറിനടുത്തുള്ള ആദ്യ തരൈൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ ഒരു സഖ്യവും അതുപോലെ തന്നെ ഈ ഒരു മുയിസുദ്ദീൻ്റെ സഖ്യവും കൂടിയിട്ട്, അതായത് സൈന്യവും കൂടിയിട്ട് ഏറ്റുമുട്ടാണ്. ചാന്ദ് ബർദായി എന്ന് പറയുന്ന പൃഥ്വിരാജ് രസോ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്, അതായത് ചാന്ദ് ബർദായിൻ്റെ പൃഥ്വിരാജ് രസോ എന്ന് പറയുന്ന ഈ ഒരു ബുക്കിനാണ് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1192 മുയിസുദ്ദീൻ ശക്തമായിട്ടുള്ളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുള്ളി തിരിച്ചെത്തുകയാണ്. തൻ്റെ ഒരു രണ്ടാം വരവായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അങ്ങനെ ഒരു തറൈൻ യുദ്ധത്തിലേക്ക്, നമ്മൾ ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബാറ്റിൽ ഓഫ് ടെറൈനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ബാറ്റിലേക്ക് ഇത് നയിക്കുകയാണ് ഉണ്ടായത്. സോ ഇത്തവണ ഇന്ന് മുയിസുദ്ദീൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും എന്ത് ചെയ്യാണ്, കൊല ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു സഖ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വിജയത്തെ തുടർന്നിട്ട് മുയിസുദ്ദീൻ എന്ത് ചെയ്യാണ്, അജ്മീർ, ഡൽഹി, സർസൂദി, സമാന, കഹ്റാം, ഹാൻസി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കി. ഈ പ്രദേശങ്ങളുടെ ഒക്കെ തന്നെ ചുമതലയുള്ള ഖുത്ബുദ്ദീൻ ഐബക്കിനെ എന്ത് ചെയ്യാണ്, ഉപേക്ഷിച്ചിട്ട് ഗസ്നയിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹം. അങ്ങനെ ജിയാസുദ്ദീൻ്റെ ഒരു മരണശേഷമാണ് ഇദ്ദേഹം രാജാവായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം അവരൊരു സഖ്യമായിട്ട് രൂപപ്പെട്ടുവെങ്കിലും അതിനുശേഷം എന്ത് ചെയ്യാണ്, പിന്നെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. 1205 അദ്ഗുദി എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കുകയാണ്. സമർഖണ്ഡിലെ ഖ്വാരസം ഷായോട് മുയിസുദ്ദീൻ എന്ത് ചെയ്യാണ്, പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ ആയിട്ടുള്ള ഗക്കാർ പഞ്ചാബിൽ നടത്തിയിട്ടുള്ള ഒരു കലാപം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കലാപം എന്ന് പറയുന്നത് അദ്ദേഹം അടിച്ചമർത്തുകയും ഗസ്നയിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു മടക്കയാത്രയെ വെച്ചിട്ട് ലാഹോറിൽ വെച്ചിട്ട് ഈ ഒരു മൊയ്സുദ്ദീനെ എന്ത് ചെയ്യാണ്, ഗക്കാർ കൊല്ലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1206 ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കീഴിൽ ഒരു ദില്ലി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അറബ് കോൺക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവർ സിദ്ധ് കീഴടക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, സുൽത്താനേറ്റ് അസെൻഡൻസി എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ഭാഗങ്ങൾ, അതായത്
നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്വാർ, ലാഹോർ, മുൾട്ടാൻ, സിന്ധ്, അജ്മീർ, അതുപോലെ തന്നെ സിസ്ര, ഡൽഹി, ഗ്വാളോർ, ഉജ്ജയിൻ, ബനാറസ്, അങ്ങനെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നമ്മൾ മറക്കരുത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ അണ്ടർ ഏർലി തുർക്കിഷ് റൂളേഴ്സിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ 1206 മൊയ്സുദ്ദീൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അണ്ടറിലുണ്ടായിരുന്ന താജുദ്ദീൻ യൽദൂസ് ഗസ്നയുടെ ഭരണാധികാരിയായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അപ്പോൾ മൊയ്സുദ്ദീൻ മരിച്ചു, പിന്നീട് വരുന്നത് ആരാണ്? താജുദ്ദീൻ യൽദൂസ് ആണ്. അങ്ങനെ ഗസ്നയിൽ അദ്ദേഹം ഭരണാധികാരിയായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അപ്പോഴേക്കും തുർക്കി പ്രദേശങ്ങളൊക്കെ ബംഗാളിലെ ലഖൗട്ടി, അതുപോലെ രാജസ്ഥാനിലെ അജ്മീർ, റൺതംബോർ, അതുപോലെ ഉജ്ജയിൻ്റെയൊക്കെ തന്നെ അതിർത്തികളും സിന്ധിലെ മുൾട്ടാൻ, ഉച്ച് എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ ഇവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഭരണം എന്ന് പറയുന്നത് വ്യാപിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹിസ്റ്റോറിയനായിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതുതായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചലഞ്ചസ് നേരിടുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുറത്താക്കപ്പെട്ട ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്ന ഒരു ഭീഷണി ഉയർത്തുകയാണ്. അതായത് ഇതിൻ്റെയൊക്കെ തന്നെ ഭരണാധികാരികളായിട്ട് നിന്നിരുന്നവർ, അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ ഈ അതിർത്തിയും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ട് അവർ പുറത്താക്കിയിട്ടുണ്ടായിരുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണിയായിട്ട് മാറുകയാണ്. അതുപോലെ രണ്ടാമതായിട്ട് തുർക്കി പ്രഭുക്കന്മാർക്കിടയിൽ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. അവർ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ വഴക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക എന്നുള്ളതൊക്കെയും അതുപോലെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഭ്രമമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ഈ തുർക്കി പ്രഭുക്കന്മാർക്കിടയിൽ തന്നെ പലതരത്തിലുള്ള വിഭാഗീയത ഉണ്ടാവുകയും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാവുകയും ചെയ്തു. അതുപോലെ മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മധ്യ ഏഷ്യയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കുകയാണ്. മൊയ്സുദ്ദീൻ്റെ മരണശേഷം ഗുരിദ് സാമ്രാജ്യം എന്ന് പറയുന്നത് ഇല്ലാതാവുകയും ഗസ്നയിൽ യാൽദുസ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്നു. ഇപ്പോൾ മുൾട്ടാനിലും ഉച്ചിലും അതുപോലെ ഗുബച്ചയിലും ഒക്കെ തന്നെ ഡൽഹിയിൽ ഖുത്ബുദ്ദീൻ ഐബക്ക് ഒക്കെ തന്നെ അധികാരം പിടിച്ചെടുത്തു. കൂടാതെ ഈ നമ്മുടെ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഒരു മംഗോളിയൻ ആക്രമണകാരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭീഷണിയും കൂടി ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ആ പുതുതായിട്ട് മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റിന് എന്ന് പറയുന്നത് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിൽ 5 രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇൽബാരിയുടെ ഒരു ടൈം എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയാണ്. അത് അത്യാവശ്യം നീണ്ടൊരു കാലഘട്ടമാണ്. ഖിൽജി എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയുള്ളൊരു കാലഘട്ടമാണ്. തുഗ്ലക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1320 മുതൽ 1413 വരെയുള്ളൊരു കാലഘട്ടമാണ്. സയ്യിദ് 1414 മുതൽ 1451 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ലോധിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന 5 രാജവംശങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു: ഇൽബാരി, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ നേരെ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 1206 മുതൽ 1210 വരെയുള്ള ഇൽബാരി കാലഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു സ്ഥാപകനും അതുപോലെ ഇൽബാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൽബാരി രാജവംശത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരി കൂടിയായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു 1206 മുതൽ 1210 വരെയുള്ളൊരു കാലഘട്ടത്തെ കുറിച്ചിട്ട്. അങ്ങനെ മുയ്സുദ്ദീൻ മുഹമ്മദ് ഗോരിയിൽ നിന്നാണ് ഇൽബാരി രാജവംശത്തിന് മുയ്സി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ അതിലെ
മുയിസുദ്ദീൻ മുഹമ്മദ് ഗോരിയിൽ നിന്നാണ് മുയിസി എന്നുള്ളൊരു പേര് അവർക്ക് ലഭിക്കുന്നത്. മുയിസുദ്ദീന് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊരാളായിരുന്നു ആര്? ഈ നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ വിജയങ്ങൾക്ക് ഏറ്റവും അധികം, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പിടിച്ചടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ വിജയങ്ങൾക്കൊക്കെ തന്നെ മേൽനോട്ടം വഹിച്ചത് ആരായിരുന്നു? ഐബക്കായിരുന്നു. അങ്ങനെ മുയിസുദ്ദീൻ്റെ മരണശേഷം ഐബക്കിന് എന്ത് ലഭിക്കുകയാണ്? സുൽത്താൻ പദവി ലഭിക്കുകയാണ്. പഞ്ചാബ് പിടിച്ചടക്കാനുള്ള താജുദ്ദീൻ യൽദുസിൻ്റെ ത്രെട്ട് എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് മാറ്റി. അപ്പോൾ താജുദ്ദീൻ അത് പിടിച്ചടക്കുക എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് മാറ്റാണ്. സോ ഈ ഐബക്ക് എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നാഥൻ എന്നാണ്. അപ്പോൾ ഇതൊരു തുർക്കി വംശജൻ എന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. മുഹമ്മദ് ഗോരി മാലിക്, അതുപോലെ സിബൽസാർ തുടങ്ങിയിട്ട് എന്നീ സ്ഥാനപ്പേരുകളൊക്കെ തന്നെ ഈ ഒരു ഐബക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് അദ്ദേഹം മൊത്തത്തിലൊരു അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും വന്നു. അദ്ദേഹം പവറിലേക്ക് വരികയാണ്. നാണയങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക, അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങളൊക്കെ തന്നെ നടത്തുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാണയങ്ങൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ ഖുത്ബ അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങൾ തൻ്റെ പേരിൽ നടത്തുകയൊന്നും അദ്ദേഹം ചെയ്തില്ല. ഐബക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ രാജ്യത്ത് സമാധാനവും സമൃദ്ധിയും നിലനിൽക്കണം എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം തൻ്റെ രാജ്യത്ത് ഈ കവർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ കൊള്ളയടിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ, അതെല്ലാം അദ്ദേഹം നിർത്തലാക്കി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഹിന്ദുക്കളെയൊക്കെ തന്നെ ഈക്വലായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്, തുല്യരായിട്ട് കണക്കാക്കിയിരുന്നതായിട്ടൊക്കെ തന്നെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെസ്പൈറ്റ് എ ഷോർട്ട് റൂൾ ഹിസ് ലെഗസി ഇൻക്ലൂഡ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ ഡെഡിക്കേറ്റഡ് ടു ഹിസ് സൂഫി സെയിൻറ്റ് ഖുത്ബുദ്ദീൻ ബക്തിയാർ ഖാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണകാലം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണമൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ പുറപ്പെടുവന്ന് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനോസിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മൊത്തത്തിലെല്ലാം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഐബക്കിന്. അതുകൊണ്ട് തന്നെ ലക്ഷ്ബക്ഷ് എന്നുള്ള പേരിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പേരുകളുണ്ടായിരുന്നു. അതുപോലെ 1210 ചൗഗൻ, അതായത് മധ്യകാലത്തെ ഒരു പോളോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത്, ചൗഗൻ എന്ന് പറയുന്നത്. അതിൻ്റെ കളിക്കുന്നിടയിൽ കുതിരയിൽ നിന്ന് വീണിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് മകൻ അരാം ഷാ എന്ന് പറയുന്നത് 8 മാസം മാത്രമാണ് അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനറ്റിൻ്റെ സ്ഥാപകനായിരുന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഹിന്ദുക്കൾക്ക് സമത്വം നൽകിയ കാര്യവും കവർച്ച നിർത്തിയ കാര്യവും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഐബക്ക് എന്ന പേരിൻ്റെ ഒരു അർത്ഥത്തെക്കുറിച്ചിട്ടും, പിന്നെ ഈ കുത്തബ് മിനാറിൻ്റെ കേസുകളും അതുപോലെ ലക്ഷ്ബക്ഷ് എന്നൊക്കെ പേരിൽ അദ്ദേഹം വിളിപ്പേരുണ്ടായിരുന്നു. അപ്പോൾ എത്ര അധികം അദ്ദേഹം ജനങ്ങളുമായിട്ട് അടുത്തിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പുതിയ നാണയങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല അദ്ദേഹം, മതപ്രഭാഷണങ്ങളൊന്നും നടത്തുന്നില്ല, എല്ലാവരും ഈക്വലാണ്, ഐക്യം വേണം, സമാധാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. ഇനി ഇൽത്തുമിഷിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. 1210 മുതൽ 1236 വരെയുള്ള കാലഘട്ടമായിരുന്നു ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മുടെ ഐബക്കിൻ്റെ അടിമയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നീട് ഇൽത്തുമിഷ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് മാറുകയാണ്. ഖുത്ബുദ്ദീൻ്റെ മരണസമയത്താണ് ബദൗനിലെ ഗവർണറായിരുന്നു ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊരു ഏകീകരണം, കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇൽത്തുമിഷാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുമ്പൊരു മുയിസുദ്ദീൻ മുഹമ്മദിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുണ്ടായിരുന്ന യൽദൂസിൽ നിന്നും ഗുബച്ചയിൽ നിന്നും ഒക്കെ തന്നെ ഇൽത്തുമിഷിന് എപ്പോഴും അവരുടെ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സിംഹാസനം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നു.
1216-17 കാലഘട്ടത്തിലാണ് എൽദുസിനെയും കുബാച്ചയും എന്ത് ചെയ്യാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തുകയാണ് നമ്മുടെ ഇൽത്തുമിഷ്. എന്നിട്ട് എല്ലാത്തിനും വിപുലീകരിക്കുക, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ സ്പ്രെഡാക്കി പോവുക. ഇപ്പോൾ എല്ലാ അന്നത്തെ സമയത്തുള്ള നാട്ടുരാജ്യങ്ങളും അതുപോലെ എല്ലാ രാജവംശത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ അതിർത്തി പ്രദേശം അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറി എന്ന് പറയുന്നത് വലുതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിപുലീകരിക്കുക എന്നതിനേക്കാളും എല്ലാത്തിനെയും കോർഡിനേഷനോട് കൂടിയിട്ട്, അതായത് മൊത്തത്തിൽ ഏകീകരിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. പിന്നെ ആ സമയത്താണ് മംഗോളിയരുടെ അധിനിവേശം ഉണ്ടായിരുന്നത്. അതുപോലെ ബട്ടിൻഡ, കുഹാം, സെറോതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളും തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജലോർ, ബയാന, ധാങ്കീർ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ ഇതിൽ നിന്നും, അതായത് അവരുടെ ഒരു ബൗണ്ടറിയിൽ നിന്നും മിസ്സായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1225 ശേഷമാണ് ഇൽത്തുമിഷ് കിഴക്ക് ഭാഗങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ പലതരത്തിലുള്ള സൈനിക വിജയങ്ങളും അതുപോലെ ബംഗാളിലെയും ലാഹോറിലെയും അല്ലെങ്കിൽ ലഖൗട്ടിയുടെയും ഒക്കെ തന്നെ തുടക്കത്തിൽ സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ 1266 ലഖൗട്ടിയുടെ ഭരണാധികാരി കൊല്ലപ്പെട്ടതിനെ തുടർന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഇൽത്തുമിഷ് കീഴടക്കണം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ബംഗാളിലെയും ബീഹാറിലെയും ലഖൗട്ടിയുടെയും ഒക്കെ തന്നെ ഭരണം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ 1226 ലഖൗട്ടിയുടെ ഭരണാധികാരി കൊല്ലപ്പെട്ടതിനെ തുടങ്ങിയിട്ടാണ് ഇൽത്തുമിഷ് എന്ത് ചെയ്തത്, അത് കീഴടക്കിയത്. 1227 മണ്ടുവും അതുപോലെ 1232 ഗ്വാളിയോറും അതുപോലെ ബിൽസ, ഉജ്ജയിൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം കീഴടക്കി. 1229 ഇൽത്തുമിഷ് വീണ്ടും ബംഗാൾ ആക്രമിക്കുകയും സുൽത്താനേറ്റിൻ്റെ ആധിപത്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഭരണാധികാരികളെ നിർബന്ധിക്കുകയാണ്. അതായത് ഇത് മൊത്തത്തിൽ ഞങ്ങൾ ബംഗാൾ പിടിച്ചടക്കി, ഇനി ഇവിടെ സുൽത്താൻ്റെ ഭരണമാണ്, സുൽത്താനേറ്റിൻ്റെ ഭരണമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെന്ന് ഭരണാധികാരികളെ നിർബന്ധിച്ചൊക്കെ തന്നെ ഇൽത്തുമിഷാണ്. അതുപോലെ ഗസ്നയുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിനെ തലസ്ഥാന നഗരമാക്കിയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഡൽഹി ഗസ്നയുടെ തലസ്ഥാനമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു നിയന്ത്രണത്തിൽ നിന്ന് ഡൽഹിനെയൊക്കെ മോചിപ്പിച്ച് എന്ത് ചെയ്തു, ഡൽഹിനെ തലസ്ഥാന നഗരമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇൽത്തുമിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൽത്തുമിഷിൻ്റെ കീഴിലാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലുതും വളരെ ശക്തവുമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് അവരുടെ ഒരു വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഒരു സ്ലേവ് ആയിട്ടെന്നും അതിനുശേഷം മരുമകനായിട്ടും അതുപോലെ മരണസമയത്ത് ഗവർണറായിരുന്നു എന്നും പിന്നെ കൂട്ടാളികളുടെ, അതായത് ഗുബച്ചിയും യൽദൂസും ഒക്കെ തന്നെ അതിനൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏകദേശം ഒരുപാട് കാലത്തോടെ നിന്നു. പിന്നെ ഇവരെയൊക്കെ തന്നെ പരാജയപ്പെടുത്തിയ കേസുകളും മംഗോളിയൻ്റെ അധിനിവേശ സമയത്തൊക്കെ തന്നെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുകയും പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ മണ്ടോർ, ജലോർ, ബയാന, ധാങ്കീർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു, ഇതൊക്കെ തന്നെ പിടിച്ചടക്കുകയും അവിടുത്തെ ഭരണാധികാരികളൊക്കെ തന്നെ മാറ്റി നിർത്തുകയും മൊത്തത്തിൽ എല്ലാത്തിനെയും കൊണ്ടുവരികയും ഗസ്നയുടെ നിയന്ത്രണത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡൽഹിനെ മോചിപ്പിച്ചിട്ട് ഡൽഹിനെ തലസ്ഥാന നഗരമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇൽത്തുമിഷിൻ്റെ കീഴിലാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്.